ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ഫ്ലവറിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലാട്ടോ. വെസ്റ്റ് ഹിൽ, അതായത് ഇവിടെ വന്നത് എന്താ വെച്ചാൽ ഒരു സിനിമ ലൊക്കേഷൻ, മൂവി ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു വീടാണ്, അതായത് നാടോടിക്കാറ്റ് എന്ന മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടിയിട്ട് ഉണ്ടായ ഒരു മൂവി നാടോടിക്കാറ്റ്. അമ്പൻ ഹിറ്റായ ഒരു പടമാണല്ലോ നാടോടിക്കാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വീടുണ്ട് ഇവിടെ, അത് ഷൂട്ട് ചെയ്ത മോഹൻലാലിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച ശ്രീനിവാസനും മോഹൻലാലും കൂടി താമസിക്കുന്നൊരു വീടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതായത് ഒരു ചിലപ്പോൾ പൊളിച്ചിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പോയി നോക്കിയിട്ട് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ലാലേട്ടനും ശ്രീനേട്ടനും വാടകയ്ക്ക് താമസിച്ച നാടോടിക്കാറ്റ് എന്ന മൂവിയിൽ വാടകയ്ക്ക് താമസിച്ച ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ നിരാശനായി. ഇവിടെ ആകെ ഗാർഡൻ വന്ന് ആകെ മൂടിപ്പോയി, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും ആ സിറ്റ് ഔട്ട് കാണാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയ്ക്കും മൂവിയിൽ കുറേ പ്രാവശ്യം അത് കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇരുന്നിട്ട് ശ്രീനേട്ടന് പറയുന്നൊരു ഇതില്ലേ, ഇത്ര നല്ല നടക്കാത്ത സ്വപ്നം എന്ന്. നടക്കും, ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട്. അതുപോലെ തന്നെ കുറേ സീൻ ഇവിടുന്ന് അമ്മയ്ക്ക് കത്തെഴുതുന്ന സീനുണ്ട്. അങ്ങനെ കത്തെഴുതുമ്പോഴാണ് ഫ്രണ്ടിലുള്ള ആ ഒരു വീട്ടിലേക്ക് ഈ കഥയിൽ നായിക പോവുകയും അങ്ങനെ നോക്കിക്കാണുന്ന ആ ഒരു സീനൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സീൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ പാലിൽ വെള്ളമൊഴിക്കുന്ന സീന്, കറവക്കാരൻ വന്നിട്ട് അങ്ങനെയൊക്കെ സീന് കുറേ ഉണ്ട്. ഈ വീട്ടിലേക്കാണ് ആ നായിക നടന്നു പോകുന്നത്. ഇതൊക്കെ കറക്റ്റ് ആ പടത്തിൽ കാണാൻ പറ്റും. അതായത് ലാലേട്ടൻ ഇരിക്കുന്ന വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീടാണിത് കാണുന്നത്. അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാൽ എന്താ നിനക്ക്? പെണ്ണ് കേൾക്കും, കേട്ടാലെന്താ? നിനക്കത് പറയാം. പിന്നെ ആ വീടിൻ്റെ അടുക്കള വശം ഉണ്ടോ, ശ്രീനേട്ടൻ ഉള്ളിൽ കയറിയിട്ട് അടുക്കള പണിയൊക്കെ ചെയ്യുന്ന ആ ജനലും കണ്ടോ, കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ആ ജനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പാൽ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കുന്നൊരു സീനാണിത്. ഒരുപാട് നല്ല നല്ല സ്പീഡിൽ വർക്ക് ചെയ്ത് പിന്നെ ക്ഷീണിച്ച് അടുക്കളയിൽ പാത്രം കഴുകുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പം എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നിർബന്ധമായും ചെയ്യണം. ലൈക്ക് എനിക്ക് നിർബന്ധമാണ്. ഈ വീഡിയോക്ക് ഒരു 1K ലൈക്കെങ്കിലും വേണം. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയെങ്കിലും ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഫുള്ള് സപ്പോർട്ട് തരിക. ഇങ്ങനത്തെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇനി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.